മലപ്പുറം. മൂന്നാർ കുണ്ടള പുതുക്കുടിയിൽ സ്പിരിറ്റ് വേട്ടയ്ക്കെത്തിയ എക്സൈസ് സംഘത്തിന് നേരെ ആക്രമണം. സ്പിരിറ്റ് കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന കുണ്ടളയിലെ കേന്ദ്രം റെയ്ഡ് നടത്തുന്നതിനിടെയാണ് സ്പിരിറ്റ് മാഫിയ വളഞ്ഞുപിടിച്ച് ആക്രമിച്ചത്. അക്രമത്തിൽ കട്ടപ്പന എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിലെ ഗാർഡ് ബിജുവിന് ഗുരുതരമായി പരിക്കേറ്റു. ബിജുവിനെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തോട്ടം മേഖല ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് വൻതോതിൽ സ്പിരിറ്റ് കച്ചവടം നടക്കുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്നാണ് എക്സൈസ് സംഘം റെയ്ഡിനെത്തിയത്. തന്റെ പക്കലുള്ള തിരുകേശം യഥാർത്ഥമാണെന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. എന്നാൽ തിരുകേശമാണോ എന്ന് പരിശോധിക്കുന്നത് ഹീനമാണെന്നും കാന്തപുരം പറഞ്ഞു. ഞങ്ങളുടെ പ്രതിനിധി ആർ അനന്തകൃഷ്ണൻ ലൈനിലുണ്ട്. അനന്തൻ, എന്താണ് കാന്തപുരം പറയുന്നത്? വീണ, കുറച്ചുകാലം നീണ്ട നിശബ്ദതയ്ക്ക് ശേഷമാണ് തിരുകേശം സംബന്ധിച്ച് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പ്രതികരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ കെ വിഭാഗം കാന്തപുരത്തിന്റെ പക്കലുള്ള തിരുകേശത്തിനെതിരെ പ്രചരണം നടത്തി വന്നിരുന്നു. ഈ പ്രചരണത്തിന് ഉള്ള മറുപടിയായി കൂടിയാണ് കാന്തപുരം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. തന്റെ പക്കലുള്ള തിരുകേശം യഥാർത്ഥമാണ്, അത് യഥാർത്ഥ സ്ഥലത്തു നിന്ന് തന്നെയാണ് തനിക്ക് ലഭിച്ചത്, അത് സംബന്ധിച്ച പരമ്പര കൃത്യമാണ് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിൽ ഇസ്ലാം മതം അനുശാസിക്കുന്ന രീതിയിലുള്ള പരീക്ഷണങ്ങൾ മുഹമ്മദ് നബിയുടെ തിരുകേശമാണെന്നതിന് തെളിവായി ഇത്തരം പരീക്ഷണങ്ങൾ നടത്തണമെന്നാണ് ഈ കെ വിഭാഗം വെല്ലുവിളിച്ചത്. എന്നാൽ അത്തരത്തിൽ തിരുകേശമാണെങ്കിൽ കത്തിച്ചു നോക്കിയാൽ കത്തില്ല എന്ന് തന്നെ കാന്തപുരം പറഞ്ഞു. എന്നാൽ അത്തരത്തിൽ കത്തിച്ച് പരീക്ഷിക്കുന്നത് വിശ്വാസത്തിന് എതിരാണ്, അത് ഹീനമായ പ്രവൃത്തിയാണെന്നുമാണ് കാന്തപുരം പ്രതികരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റു തൊഴിലില്ലാത്തവരാണ് ഇത്തരം എതിർ പ്രചരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അവർക്ക് മറുപടി പറയേണ്ടത് തന്റെ പണിയല്ല എന്നും കാന്തപുരം പ്രതികരിച്ചിരിക്കുന്നു. ഏതായാലും തിരുകേശം സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള 40 കോടി രൂപ ചെലവിട്ട് പള്ളി പണിയുമെന്നും അതിന്റെ തറക്കല്ലടിയിൽ തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്ക് കോഴിക്കോട് സ്വപ്നനഗരിയിൽ നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഈ പള്ളി ഏത് സ്ഥലത്താണ് പണിയുന്നതെന്ന് കൃത്യമായ ഉത്തരം നൽകാൻ കാന്തപുരം തയ്യാറായിട്ടില്ല. വീണ, വിവരങ്ങൾ നൽകിയത് ആർ അനന്തകൃഷ്ണൻ. ദേഹമാസകലം പരുക്കേറ്റ ദില്ലി എയിംസ് ആശുപത്രിയിൽ കഴിയുന്ന 2 വയസ്സുകാരിയുടെ നില ഗുരുതരമായി തുടരുന്നു. ഈ മാസം 18-നാണ് കുഞ്ഞിനെ എയിംസ് ആശുപത്രി